പലപ്പോഴും പണം ഉണ്ടാക്കുന്നത് നല്ല പ്രവർത്തനമാണ് എന്നുള്ളൊരു സൽക്കർമ്മമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കാരണം പണം ഉണ്ടാക്കിയാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാനായിട്ട് പറ്റും. തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ കാര്യം പണത്തെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്, പണം ഉണ്ടാക്കുന്നതിന് വേണ്ടി നിങ്ങൾ എടുക്കുന്ന ഓരോ ആക്ഷനും പുണ്യകർമ്മമാണ്, നല്ല കർമ്മമാണെന്ന് മനസ്സിലാക്കുക. അതെപ്പോഴാണ് നമുക്ക് കൂടുതൽ വ്യക്തമാവുക എന്ന് ചോദിച്ചാൽ, നമ്മൾ എങ്ങനെയാണ് ആ പണം വിനിയോഗിക്കുക എന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട്. അത് നമ്മൾ തുടർന്നുള്ള നമ്മുടെ ഇതിൽ വിശദമായിട്ട് ഞാൻ പറയുന്നത്. വരുന്ന പണത്തിനെ എങ്ങനെ നമ്മൾ വിനിയോഗിക്കുന്നു എന്നത് ആസ്പദമായിട്ടാണ് പണം നമ്മുടെ കയ്യിൽ ക്യുമുലേറ്റ് ചെയ്യുന്നത്. യെസ്, അല്ലേ? തീർച്ചയായും. നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമാണ് അൻവർ സാം മാജിക് വൈബ്സ്. നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കുവാൻ സഹായിക്കുന്ന ഒരുപാട് കോഴ്സുകൾ മാജിക് വൈബ്സ് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിളാണ്. നമ്മുടെ കർമ്മത്തെയും പണത്തെയും തമ്മിൽ കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും സാർ വ്യാഖ്യാനിക്കുക? ഇതിൽ പണത്തിൻ്റെ ഒരു സൈക്കോളജി ഉണ്ട്, അല്ലെങ്കിൽ പണത്തിൻ്റെ ഒരു എനർജി ഉണ്ട്. അത് എപ്പോഴും വർക്ക് ചെയ്യുന്നത് അത് ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് പോകുന്നുള്ളതാണ്. പണം ആഗ്രഹിക്കുന്ന ആളുകൾക്കാണ് അത് ലഭിക്കുക, അതിൽ യാതൊരു സംശയമില്ല. പണം ആഗ്രഹമില്ല, അല്ലെങ്കിൽ പണം വേണ്ട എന്ന് ചിന്തിക്കുന്ന ആളുകളിലേക്ക് പണം പോകുവാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ പണത്തെ പലപ്പോഴും ഭയത്തോടു കൂടി കാണുന്ന ആളുകളുണ്ട്. പ്രത്യേകിച്ച് കൂടുതൽ പണം കൈകാര്യം ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം പണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്നത് ഭയമാണ്. ആ ഭയം കളയാതെ നമുക്ക് പണവുമായി ഒരു സൗഹൃദം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയാണ് പണത്തെക്കുറിച്ചുള്ള ഭയം ഉണ്ടാവുന്നതെന്നറിയോ? നമ്മൾ പലപ്പോഴും പണം കിട്ടാതെ നമ്മൾ ബുദ്ധിമുട്ടിയ ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ ലൈഫിൽ കഴിഞ്ഞു പോയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവാം, വേറെ ആളുടെ അനുഭവമായി കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു നോവൽ വായിച്ചിട്ടുണ്ടാവാം, അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന വാർത്തകളിലൂടെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ഒരു ഭയം കയറുകയാണ് പണത്തെക്കുറിച്ച്. സത്യത്തിൽ എല്ലാവർക്കും പണം ആവശ്യമാണ്, പണം കിട്ടുന്നത് സന്തോഷവുമാണ്. പക്ഷേ അതിനോടുള്ള ബിലീഫ് സിസ്റ്റത്തിൽ വലിയ പ്രശ്നമുണ്ട്. ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസം, പണത്തെക്കുറിച്ചുള്ള വിശ്വാസം, പണം എങ്ങനെയാണ് വരുന്നത്, അല്ലെങ്കിൽ പണം എന്താണ് എന്നുള്ളതിന് വിശ്വാസം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 2-3 കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഇതിൽ നമ്മൾ വിശദമായി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നേരത്തെ പറഞ്ഞ ഒരു പോയിന്റിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ, നമ്മൾ പണം സമ്പാദിക്കുന്നതിന് വേണ്ടി വളരെ പ്രചോദനാത്മകമായ ആക്ഷനുകൾ എടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്നുണ്ട്, ജോലി ചെയ്യുമ്പോൾ നമ്മൾ പണത്തിന് വേണ്ടി തന്നെയാണ് ജോലി ചെയ്യുന്നത്. പക്ഷെ ആ ജോലി സംതൃപ്തിയോടെ അല്ല ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്കതിൽ നിന്ന് വല്ലാതെ പണം ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം നിങ്ങളുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന എന്താണ്, ഒന്നുകിൽ റെസിസ്റ്റൻസ്, പ്രതിരോധമായിരിക്കും, അതല്ലെങ്കിൽ സങ്കടമായിരിക്കും, അതല്ലെങ്കിൽ വെറുപ്പായിരിക്കും. ഇതെല്ലാം പണത്തിനെതിരെ നിൽക്കുന്ന വികാരങ്ങളാണ്. പണത്തിന് അനുകൂലമായി നിൽക്കുന്ന വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ സ്നേഹം, കാരുണ്യം, സഹാനുഭൂതി, ഒരു ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒപ്പം നിൽക്കുവാനുള്ള മനസ്സ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പണത്തെ അട്രാക്റ്റ് ചെയ്യുന്ന എനർജിയായിട്ട് നമ്മുടെ ശരീരത്തിൽ രൂപപ്പെടേണ്ടത്. പണം ഒരു എനർജിയാണെന്ന് പറഞ്ഞാൽ സാർ എങ്ങനെ കരുതും? പണം എനർജിയാണ്. പണം എന്ന് പറയുന്നത് ഒരു എനർജിയാണ്, ഒരു തോട്ട് പ്രോസസ്സാണ്, ഒരു വൈബ്രേഷനാണ് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പക്ഷേ കമൻ്റായിട്ടൊരു പക്ഷേ ഒരാൾ പറഞ്ഞിട്ടുമുണ്ട്, നമ്മുടെ കമന്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ട്, ഇവന്മാരിങ്ങനെയൊക്കെ ഇരുന്ന് പറയുവപ്പാ, നമ്മുടെ കയ്യിലൊന്നും ഒരു കാശില്ല, നമ്മളൊക്കെ വലിയൊരു പാവപ്പെട്ടവരാണ് എന്നൊരു പക്ഷേ ഒരാൾ കമന്റ് ചെയ്താൽ, അൻവർ സാം ഇപ്പോൾ ഒരു മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് എന്ന് പറഞ്ഞ ബുക്ക് എഴുതിയിട്ടുണ്ട്. ഒരുപാട് ആളുകളുടെ ലൈഫിൽ ഒരു തോട്ട് പ്രോസസ്സിനെ ചേഞ്ച് വരുത്തിയൊരു മനുഷ്യനാണ്. സാർ എങ്ങനെ വ്യാഖ്യാനിക്കും? അല്ല, ഞാൻ അതിനെ റെസ്പെക്റ്റ് ചെയ്യാണ് ചെയ്യുക. കാരണം ആ കമൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്യും. കാരണം അദ്ദേഹത്തിൻ്റെ അപ്പോഴത്തെ അറിവിൻ്റെയും അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അത് പറയുന്നത്. ആ അദ്ദേഹത്തിൻ്റെ ബോധ്യമാണ്, അതൊരു റിയാലിറ്റിയാണ്, അദ്ദേഹത്തെ സംബന്ധിച്ച് അതൊരു റിയാലിറ്റിയാണ്. ബട്ട് അത് യൂണിവേഴ്സൽ റിയാലിറ്റി അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും പൊതുവിൽ ജീവിക്കുന്നത് നമ്മുടെ ഒരു റിയാലിറ്റിയിലാണ്. അതായത് നമ്മളുടെ അറിവിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നു.
എന്നിട്ട് നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ് ഇത് തന്നെയാണ് സത്യം, ഇത് തന്നെ ഉള്ളൂ ഇനി ലോകത്ത്, വേറൊന്നുമില്ല. അപ്പോൾ കടമുള്ള ആളുകൾ കടത്തിൻ്റെ ഉള്ളിൽ നിന്നിട്ട് പറയും ഇനി ഈ കടത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു റിയാലിറ്റിയാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് ഒരുപാട് സമ്പത്ത് കിടക്കുന്നുണ്ട്. ആ സമ്പത്ത് നേടിയെടുക്കാൻ കഴിഞ്ഞാൽ ഈ കടം വീട്ടി വീണ്ടും സമ്പന്നനാകാൻ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്ന് അദ്ദേഹത്തിന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം മാറുന്നു. ഇതേപോലെയാണ് ഈ പാവപ്പെട്ട അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്ന ഇതുപോലെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ റിയാലിറ്റി എന്ന് പറയുന്നത് അവരുടെ ഇപ്പോഴത്തെ അറിവിൻ്റെ അനുഭവത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള റിയാലിറ്റിയാണ്. അതിൽ നിന്ന് പണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുകയും അതിന് ആവശ്യമായി ഇൻസ്പയർഡ് ആക്ഷൻ എടുത്ത് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് പുതിയൊരു റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കും സമ്പത്തിലേക്ക് കണക്ട് ചെയ്യാൻ കഴിയും.